ശ്രീ വസന്ത് സിറിയക്ക് ഇന്നിപ്പം മറ്റൊരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ശ്രീ വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു. അതായത് വയനാടിന്റെ കണക്ക് എത്ര, എവിടെ, എങ്ങനെ എന്നുള്ള കാര്യം കൃത്യമായി ഞാൻ പറയാം. രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് CPM പുറത്തുവിടട്ടെ എന്നുള്ള കാര്യം. അപ്പൊ അത് ഇന്നലെ വൈകിട്ട് ഒരു 5 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞികൃഷ്ണൻ ഈ കണക്ക്, ഈ ഒരു രേഖ, ബാങ്ക് രേഖ പുറത്തുവിടുന്നത്. ഈ 5 മണിക്ക് മുൻപ് വരെ എന്തായിരുന്നു നിങ്ങളുടെ ഡിഫൻസ് മെക്കാനിസം? ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നില്ലേ? നിങ്ങൾ എത്ര പണം പിരിച്ചു, അത് എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം അത് പറയുന്നതിന്, അത് തുറന്നു പറയുന്നതിന് എന്താണ് ഇത്ര പ്രയാസം? അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രേഖത ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ലേ? അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആവില്ലേ? പിന്നെ ആ ചോദ്യം ഉണ്ടോ? അല്ല, അതിന് ഉത്തരം പറയാം. ഈ അരുൺകുമാറിന്റെ ചില അവകാശവാദങ്ങൾക്ക് കൂടി ഉത്തരം പറയാൻ അങ്ങ് സമയം തരണം. ഒന്ന്, ഇതേ അരുൺകുമാർ പങ്കെടുക്കുന്ന മറ്റൊരു ചാനലിലെ ചർച്ചയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞാണ്. ഒന്ന് നോക്കൂ, എന്താണ് ഇവർ പറയുന്നത്? VD സതീശൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും നോമിനേഷൻ നൽകിയ പത്രികയിൽ ഈ പണം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ്. നോക്കൂ, പ്രധാനപ്പെട്ട ഉത്തരം എന്താണ് അതുമായി ബന്ധപ്പെട്ട്? സാധാരണ KPCCയുടെ അക്കൗണ്ട് അത് 2 പേരുടെ പേരിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് PCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നൊന്നുമല്ല, ആ സമയത്തെ PCC അധ്യക്ഷൻ ആരാണോ അയാൾ, അതാണ് ഒന്നാമത്തെ ഓപ്പറേറ്റർ. രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ ഓപ്പറേറ്റർ CLP ലീഡർ ഓഫ് കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ. അത് പ്രതിപക്ഷ നേതാവാകാം, ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയാവാം. ഇതാരാണോ അയാൾ. അപ്പം നിലവിൽ അത് VD സതീശൻ്റെയും സണ്ണി ജോസഫിൻ്റെ അക്കൗണ്ടിലാണ്. അപ്പോൾ അത് വ്യക്തിഗത അക്കൗണ്ടല്ല. വ്യക്തിഗത അക്കൗണ്ട് അല്ലാത്തതിനാൽ തന്നെ അത് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ്റെ കൂടെ കാണിക്കേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ ഇവർ ഈ പറയുന്ന VD സതീശൻ്റെ അവിടെയും സണ്ണി ജോസഫിൻ്റെ അവിടെയും ഇവർ തന്നെ തടസ്സവാദം ഉന്നയിച്ചില്ലേ? ഈ അക്കൗണ്ട് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോമിനേഷൻ തള്ളിക്കളയണമെന്ന് പറഞ്ഞ് ഇവർ തടസ്സവാദം ഉന്നയിച്ചു. അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ അഭിഭാഷകൻ എന്ന നിലയിൽ എന്തെങ്കിലും രീതിയിൽ വരുമാനമുണ്ടോ എന്നുള്ളതായിരുന്നു ആ നോമിനേഷനിലെ പ്രശ്നം. ഈ വിഷയം നവമാധ്യമങ്ങളിലൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ട എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ആ ചോദ്യം ഞാൻ ചോദിച്ചില്ല. ആ ബോധ്യം എനിക്കുണ്ട്, ഞാൻ ചോദിച്ചില്ല. എന്റെ ചോദ്യം അതല്ലല്ലോ വസന്ത്, എന്റെ മാത്രമല്ല എല്ലാവരുടെയും ചോദ്യം അതല്ലല്ലോ. ഇപ്പം സത്യവാങ്മൂലത്തിൽ കാണിച്ചില്ല, ഒരുപക്ഷെ നിങ്ങൾ മാർച്ച് 31 ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ KPCC ആ പണം കാണിക്കേണ്ടി വരും, അതിലൊരു സംശയവുമില്ല എനിക്ക്. ഇവിടെ ചോദ്യം എത്ര പണം പിരിച്ചു എന്നുള്ളതാണ്. അത് എവിടെയുണ്ട്, അത് എത്രയാണ് നിങ്ങൾ പിരിച്ചത് എന്നുള്ളതാണ്. സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ട, അത് കാണിക്കേണ്ട എന്നുള്ള സാങ്കേതികത്വം എനിക്ക് ബോധ്യമുണ്ട്. ആ ചോദ്യം ഇല്ല എനിക്ക്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ആര്യോട്? CPM എത്ര പണം പിരിച്ചു? CPMന്റെ അക്കൗണ്ട് എവിടെയാണ് ട്രാൻസ്പെറന്റ് ആയി നമുക്ക് അവൈലബിൾ ആവുന്നത്? AKG സെന്ററിന്റെ ഏത് അക്കൗണ്ടാണ് അങ്ങേക്ക് അവൈലബിൾ ആവുന്നത്, എനിക്ക് അവൈലബിൾ ആവുന്നത്? വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് CPM പിരിച്ചില്ലേ? എത്ര രൂപ പിടിച്ചു, എവിടെ കൊടുത്തു? DYFI പിരിച്ചില്ലേ? DYFI പിരിച്ച പൈസ സർക്കാരിന് കൈമാറുന്ന ചെക്ക് ഡേറ്റിൽ നിന്ന് 10 മാസം കഴിഞ്ഞാണ് കൈമാറിയത്. ആ സമയം വരെയുള്ള ഇൻട്രസ്റ്റ് എന്തിയേ? അതിൻ്റെ ഉത്തരം പറയണ്ടേ? ഉത്തരം പറയോ? 2, രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ധൻരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ മകനെ പിറ്റേ ദിവസം അതിൻ്റെ വാർത്ത വന്ന പത്രത്തിൽ കിടത്തി ഫോട്ടോ എടുത്ത് അത് CPMന്റെ ഹാൻഡിലിട്ട് പിരിച്ച പണം, ആ പൈസ അടിച്ചോണ്ട് പോയവന്മാരാണ് ഞങ്ങളോട് ഈ കാര്യം ചോദിക്കുന്നത്. രണ്ടാമത് വേറൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് രക്തസാക്ഷിയുടെ അനിയൻ, സ്വന്തം അനിയൻ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ ചേർന്നത്. എന്താ അവരുടെ വാദം? അയാൾ പറഞ്ഞത് എൻ്റെ ചേട്ടൻ്റെ പണം, രക്തസാക്ഷിയായ എൻ്റെ ചേട്ടൻ്റെ പേരിൽ പിരിച്ച പണം എടുത്ത് CPM ജില്ലാ സെക്രട്ടറി പുട്ടടിച്ചു എന്നാണ് പറഞ്ഞത്. കൂടെ നടക്കുന്നവൻ്റെ രക്തത്തിൻ്റെ പണം അതെടുത്ത് മൃഷ്ടാന്ത ഭോജനം ഭജിക്കുന്നവർ, അവർ ഞങ്ങളെ നോക്കി ശവന്തീനികളെന്ന് വിളിച്ചാൽ കേട്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ കൃത്യമായി അവിടുത്തെ പണികളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ പൊതുസമൂഹം അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയി PCC അധ്യക്ഷനും എന്റെ അറിവിൽ അങ്ങനെ പറയണോ? എന്റെ അറിവിൽ CPM പണം സമാഹരിച്ചിട്ടില്ല, അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നില്ല. CPMന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്നുള്ളതാണ്. DYFI പണം പിരിച്ചത് അത് ബിരിയാണി വിറ്റും ആക്രി പറിക്കും അങ്ങനെയാണ് അവർ ആ പണം പിരിച്ചത്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെയും ഇപ്പൊ TV അടക്കം അവർ കൊടുത്തിട്ടുണ്ട് ഓരോ വീട്ടിലേക്കും. അത് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളിപ്പോ പലിശയുടെ കാര്യം ചോദിച്ചു, അവിടെ പലിശയാണ്. അവിടെ നിങ്ങളുടെ മുതൽ എവിടെ? മുതൽ എവിടെ? അല്ല,
പലിശയുടെ കാര്യത്തിൽ എന്താ ഒരു മാസത്തെ പലിശ അല്ല, ഒരു മാസത്തെ പലിശ ഈ വിഷയം എനിക്കറിയില്ല. അല്ല വസന്ത് ഒരു മാസത്തെ പലിശയെ ക്വസ്റ്റ്യൻ ചെയ്തു, ഒരു മാസത്തെ പലിശ ക്വസ്റ്റ്യൻ ചെയ്തു, അത് ഒരു മാസത്തെ പലിശ ക്വസ്റ്റ്യൻ ചെയ്തു. അല്ല ഞാൻ പറയും വേണം, ശരി, അത് ചോദിക്കാം. ഒരു മാസത്തെ പലിശ ചോദ്യം ചെയ്യുമ്പോൾ വസന്ത് നിങ്ങൾ മുതല് പറയണ്ടേ, മുതല് പറയണ്ടേ. യൂത്ത് കോൺഗ്രസ് എത്ര പിരിച്ചു, യൂത്ത് കോൺഗ്രസ് എത്ര പിരിച്ചു, കോൺഗ്രസ് എത്ര പിരിച്ചു എനിക്കറിയില്ല. വസന്തിന് അറിയെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. 1 കോടി 5 ലക്ഷം രൂപ പിരിച്ചു. എന്നിട്ട് ആ പണം എന്ത് ചെയ്തു? 1 കോടി 5 ലക്ഷം രൂപ പിരിച്ചു. ഞാൻ അല്ല അതെങ്ങനെ അങ്ങേക്ക് അറിയാത്തത്? അങ്ങ് മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിട്ട് അങ്ങ് ആ വാർത്ത കണ്ടില്ലേ? ഇതാ ഞാൻ കാണിക്കാലോ. യൂത്ത് കോൺഗ്രസ് 1 കോടി 5 ലക്ഷം രൂപ പിരിച്ചു. ആ 1 കോടി 5 ലക്ഷം രൂപ ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ട് 2026 ജനുവരി 7-നാണ് KPCC അധ്യക്ഷൻ ഒരു പ്രതികരണം വന്നത്. 1 കോടി 5 ലക്ഷം KPCCക്ക് കൈമാറും. അണ്ടർലൈൻഡ് ആണ് കൈമാറും. സണ്ണി ജോസഫ് പറഞ്ഞത് കൈമാറിയോ എന്ന് എനിക്കറിയില്ല. കൈമാറുന്നതിന്റെ ചെക്കാണെന്നേ നോക്കാര് ആര് എന്തിനാ അങ്ങനെ അരുൺകുമാറിന്റെ ജോലി കൂടെ ചെയ്യുന്നത്? അദ്ദേഹത്തിന് കൂടി കുറച്ച് സമയം കൊടുക്കൂ. ഇതാ കൈമാറിയതിന്റെ ചിത്രമാണെന്ന് കാണിക്കുന്നത്. ക്ഷമിക്കുക, ഒരു മിനിറ്റ്, അത് ഇതായിപ്പോയി. ഇതാ കൈമാറുന്നതിന്റെ ചിത്രം കാണിക്കുന്നത് നോക്കൂ. 1 കോടി 5 ലക്ഷം രൂപ KPCC കൈമാറിയിട്ടുണ്ട്. 2, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങപ്പോ വേറെ വിഷയങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ്. എന്നാലും അത് തന്നെ പറയാം. ഇവർ കൈമാറി എന്ന് പറയുന്ന വീടുകളിൽ ആരെങ്കിലും ഒരാൾ താമസിക്കുന്നുണ്ടോ? അവിടെ മുസ്ലിം ലീഗ് വെച്ചു കൊടുത്ത വീടുകളിൽ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ആര് എൻ്റെ കൂടെ ക്യാമറയുമായി വരൂ, അല്ലെങ്കിൽ അരുൺകുമാറിനെ വരൂ. സർക്കാർ വെച്ചു കൊടുത്ത വീട്ടിൽ ഒരാൾ താമസിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരാമോ? ഇല്ല. എന്തുകൊണ്ടാ? പണി പൂർത്തീകരിച്ചിട്ടില്ല. എന്നാൽ ഒരു PR സ്റ്റണ്ടിന്റെ ഭാഗമായി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് അത് വരുത്തി തീർക്കണം എന്ന കണക്കിന് പെട്ടെന്ന് ഓടിച്ചിട്ടൊരു ഉദ്ഘാടനം അതായിരുന്നു നടന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം? അവിടെ വെള്ളമില്ല, കറണ്ട് ഇല്ല, അവിടെ ഈ പറയുന്ന ടോയ്ലറ്റിന്റെ കുഴി പോലും എടുത്തിട്ടില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. നവമാധ്യമങ്ങളിൽ ആകെ അത് പ്രശ്നമാവുന്നുണ്ട്. അതെന്താ നിങ്ങൾ കാണാത്തത്? അപ്പോൾ സർക്കാർ ചെയ്യാത്തതിന് കുഴപ്പമില്ല. 700 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു. അവിടെ എത്ര വീട് പണിയണം? ആ വീട് പണിത് കഴിഞ്ഞ് 700 കോടി രൂപയുടെ ആവശ്യമുണ്ടോ? സ്ഥലം ഏറ്റെടുത്ത് ഗംഭീരമായി വീട് വെച്ചുകയാൽ പോലും അവിടെ ദുരിതാശ്വാസം ഉണ്ടായവർക്ക് 1 കോടി വീതം വെച്ച് വെറുതെ കയ്യിൽ കൊടുക്കാനുള്ള പണം സർക്കാരിൻ്റെ ഖജനാവിലുണ്ട്, സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് എന്താ അതിൻ്റെ കണക്ക് പറയാത്തത്? അത് പറയണ്ടേ? ഒരു സൈഡിലേക്ക് മാത്രം മിറർ തിരിച്ചു വെക്കരുത്. അപ്പൊ തിരിച്ചും പ്രതിഫലിക്കും എന്നതിൻ്റെ അകത്ത് ബോധ്യം വേണം. ഇനി അരുൺകുമാർ പറഞ്ഞ 1-2 കള്ളത്തരങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. അപ്പൊ ഈ അരുൺകുമാർ സ്ഥിരമായി ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പട്ടയം കൊടുത്തു. പറഞ്ഞല്ലോ ആര്യക്കത് മനസ്സിലാവാത്താണല്ലോ. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് 1 കോടി 5 ലക്ഷം രൂപ കണ്ടെടുത്തു, പിരിച്ചിട്ടില്ല. ഞാൻ അങ്ങേ വെല്ലുവിളിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ കൂടി ഭാരവാഹി എന്ന നിലയിൽ ഞാൻ പറയാണ്, യൂത്ത് കോൺഗ്രസ് 1 രൂപ ഒരിടത്തു നിന്നും പിരിച്ചിട്ടില്ല. ഞങ്ങൾ ബിരിയാണി ചലഞ്ച് നടത്തി, പായസ ചലഞ്ച് നടത്തി, ഈ പറയുന്ന പോലെ ആക്രി പറക്കി വിട്ടു, പലയിടങ്ങളിൽ സുഹൃത്തുക്കളുടെ വീട് പണിയിൽ പങ്കെടുത്തു. അങ്ങനെയൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ കണ്ടെത്തിയ പൈസയാണ് 1 കോടി 5 ലക്ഷം രൂപ. പിരിച്ചു എന്ന വാക്ക് ഉപയോഗിക്കരുത്, അത് തെറ്റാണ്. അങ്ങനെയല്ല. ആ 1 കോടി 5 ലക്ഷം രൂപ യൂത്ത് കോൺഗ്രസ് KPCCക്ക് കൈമാറി. KPCC വിവിധ പദ്ധതികളിലൂടെ ഈ പറയുന്ന ആൾക്കാരിലൂടെ ഞങ്ങൾ കണ്ടെത്തുന്ന ഞങ്ങളുടെ സഹകാരികളിലൂടെ കണ്ടെത്തിയ പണമുണ്ട്. അത് വളരെ കൃത്യമായി KPCCയുടെ അക്കൗണ്ടിലുണ്ട്. ഞങ്ങൾ സ്ഥലം കണ്ടെത്തി പണി ആരംഭിക്കാൻ പോവുകയാണ്. പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ സർക്കാരിനെ പോലെ ഓടിച്ചിട്ടൊരു ഉത്സവമാമാങ്കം നടത്തി ജനത്തിന് താമസം കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്തു, എന്നാലൊട്ട് ഉപകരിച്ചുമില്ല എന്ന് പറയുന്ന കണക്കിന് വീട് കൊടുത്ത് കൈ കഴുകാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് സമയമെടുത്ത് അതിന്റെ പണിയിലേക്ക് കടക്കുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എത്ര രൂപ, ഇത്ര ചില്ലി പൈസ എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും കോൺഗ്രസ് വ്യക്തത വരുത്തും. ഒരു സംശയം വേണ്ട. പിന്നെ ഒരു കാര്യം ആര്യ, അത് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ആര്യ ചോദിച്ചു 1 മാസത്തെ പോകരുത് പ്ലീസ് പോകരുത്. അങ്ങ് പറഞ്ഞു ഈ പലിശയുടെ കാര്യം പറഞ്ഞു വസന്ത് തടിയപ്പല്ലേ. 1 മാസത്തെ പലിശയല്ലേ എന്ന് ചോദിച്ചാൽ 20 കോടി രൂപയാണ് ഡിവൈഎഫ്ഐ കൈമാറി എന്ന് പറയുന്നത്. 12ഓളം മാസമാണ് ആ പൈസ കൊടുക്കാൻ ലാഗ് ചെയ്തത്. അതായത് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് ഫ്ലെക്സ് അടിച്ച ശേഷം അപ്പൊ സർക്കാരിന് വണ്ടിച്ചേക്കാണ് അവർ കൊടുത്തത്. അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നോ? 12 മാസം കഴിഞ്ഞ് കൊടുക്കുമ്പോ തീർച്ചയായും ഞാൻ കണക്ക് എത്ര മാസമായി അരുണിനോട് ചോദിക്കൂ. 11 മാസം ശിഷ്ടം ദിവസങ്ങൾ 11 ഒന്നും കൂട്ട്. അങ്ങയുടെ ഒരു തൃപ്തിക്ക് വേണ്ടി 10 മാസം ഒന്ന് കൂട്ട്. അങ്ങനെ വന്നാലും 20 കോടി രൂപയുടെ പലിശ എന്ന് പറയുമ്പോൾ 1.25 കോടി രൂപ വരും. ജനറൽ ആയിട്ട് വെറും കോപ്പറേറ്റീവ് ബാങ്ക് ഇട്ടാൽ
1.25 കോടി രൂപ എത്ര വീട് പണിയാൻ പറ്റും? 10 ലക്ഷം രൂപ വെച്ച് കൂട്ടിയാൽ 13 വീട് പണിയാം. 13 വീട്. ആ പലിശ അങ്ങനെ ചെറുതായിട്ടൊന്നും കാണണ്ട. അപ്പോൾ ആ പൈസ എന്ത് എന്ന് പറയണ്ടേ? അപ്പോൾ അവർ മാത്രം വലിയ കേമന്മാർ എന്ന രീതിയിൽ ഭാവിക്കുന്നത് ശരിയല്ല. ഇനി 1-2 കാര്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കണം. അങ്ങനെ വയനാട് സർക്കാരിന്റെ വീടുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല വസന്ത, സർക്കാരിന്റെ വീടുമായി ബന്ധപ്പെട്ട് മഴയ്ക്ക് മുൻപ് എന്നുള്ളതാണ്, മഴക്കാലം ഏപ്രിലാണ്. ഏപ്രിലിന് മുൻപ് വീടുകളിലേക്ക് ആളുകൾ കയറി താമസിച്ചില്ലെങ്കിൽ സർക്കാരിനെയും ഓഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏപ്രിൽ എന്നുള്ളതാണ് നമ്മുടെ റവന്യൂ മന്ത്രിയായിരുന്ന കെ രാജൻ പറഞ്ഞ തീയതി. അതിന് 1 മാസം കൂടി ബാക്കിയുണ്ട്. പിന്നെ വസന്തന്റെ അറിവിലേക്ക് ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു, മുസ്ലിം ലീഗ് വീട് കൈമാറി, എല്ലാ പണിയും പൂർത്തിയാക്കിയിട്ടാണ് മുസ്ലിം ലീഗ് വീട് കൈമാറിയത്. പക്ഷെ അവിടെയും അല്ല, മുസ്ലിം ലീഗ് പണി പൂർത്തിയാക്കി കൈമാറിയ വീടുകളിലും ആരും കയറി താമസം തുടങ്ങിയിട്ടില്ല. കാരണം അതിന് ചുറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് കയറി താമസം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വയനാട് റിപ്പോർട്ടർ പറയുന്ന കാര്യം. അത് വസന്തന, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ വസന്തനെ തിരുത്താം കേട്ടോ. എനിക്ക് ഇനി സമയം തരണ്ട, തിരുത്താനാണ്. ആ പ്രിയപ്പെട്ട ആര്യ പി, അങ്ങ് എനിക്കിനി സമയം തരണ്ട. ഒരു സംശയം അങ്ങോട്ട് ചോദിക്കാം. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഏപ്രിൽ മഴക്കാലത്തിന് മുമ്പ് കയറി താമസിക്കാൻ പറ്റുമെന്നാണ് സർക്കാർ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെയൊക്കെ പെരുമഴയാണ് വൈകുന്നേരങ്ങളിൽ. പോട്ടെ, ഇനി ഏപ്രിൽ എന്ന അങ്ങയുടെ വാദം ഞാൻ കണക്കിലെടുക്കാം. പിന്നെ എന്തിനാണ് താക്കോൽ കൈമാറ്റ ചടങ്ങ് നടത്തിയത്? എന്തിനാണ് താക്കോൽ കൈമാറുന്നത്? ഞാനിപ്പോൾ ആർക്കൊരു വീട് പണിത് വരുന്നു എന്നിരിക്കട്ടെ, ഞാൻ കോൺട്രാക്ടറാണെന്നിരിക്കട്ടെ, സേവനമൊന്നുമില്ല. ആ കോൺട്രാക്ടറായി ഞാൻ അങ്ങേക്ക് താക്കോല് തരുന്നത് എപ്പോഴാണ്? താക്കോല് വരുന്നത് അതിൻ്റെ ഫർണിഷിംഗ് അടക്കമുള്ള വർക്ക് കഴിഞ്ഞാണ്. കരണ്ടും വെള്ളവും അവൈലബിൾ ആക്കിയ ശേഷമാണ്. ആ താക്കോലിട്ട് ഡോർ തുറന്ന് അങ്ങേക്ക് കയറി താമസിക്കാൻ പറ്റുമ്പോഴേ താക്കോൽ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങ് തന്നെ ദ്വയാർത്ഥത്തിൽ അംഗീകരിക്കുകയാണ് സർക്കാരിന് താക്കോൽ ദാന ചടങ്ങ് വെറും ചടങ്ങ് മാത്രമായിരുന്നു എന്ന്.